Good evening, all. Good evening, ma'am. Good evening, ma'am. Evening, ma'am. വോയിസ് ക്ലിയർ അല്ലേ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. ഓക്കെ. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏതായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്? സ്ട്രാറ്റജീസ് ആയിരുന്നു നോക്കിയിരുന്നത് അല്ലെ? എന്തെല്ലാം സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഈ 7 key dimensions ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള എക്സാമ്പിൾസും സജസ്റ്റഡ് സ്ട്രാറ്റജീസും ആയിരുന്നു നമ്മൾ നോക്കിയത്. ഈ പോർഷൻ നമ്മൾ സെമിനാർ കൊടുത്ത പോർഷൻ അധികം ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമെന്ന് ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ട. അതിന് ഫ്രണ്ടിലുള്ള 7 കീ ഡയമെൻഷൻസ് ആണ് നിങ്ങൾ കമ്പലായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, നല്ല രീതിയിൽ നോക്കേണ്ടത് 7 ഡയമെൻഷൻസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ട് പറഞ്ഞോ ഫാത്തിമ. മിസ് ഇപ്പോഴാണ് സ്ക്രീൻ പ്രസന്റിംഗ് അല്ലായിരുന്നു, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. എനിക്ക് മനസ്സിലായില്ലാടാ. മോന്റെ സ്ക്രീൻ ഇപ്പോഴാണ് കാണാൻ പറ്റിയത് തന്നെ? ഇപ്പോഴാണ് ഞാൻ സ്ക്രീൻ കാണുന്നേ. കുറച്ചു മുമ്പ് കാണുന്നില്ലായിരുന്നു. നോക്കിയപ്പോ എനിക്ക് റേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഇഷ്യൂ ആണോന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ, കുഴപ്പമില്ല. അത് ഞാൻ നേരത്തെ ഞാൻ 7 o'clock ആയപ്പോ തന്നെ ഇതെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചിലപ്പോ റേഞ്ചിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന്റെ ആയിരിക്കും ഇഷ്യൂസ്. അപ്പൊ നമ്മളിനി എടുക്കാൻ പോകുന്നത് സജസ്റ്റഡ് സ്ട്രാറ്റജി അല്ലെങ്കിൽ റെക്കമെൻഡഡ് സ്ട്രാറ്റജി ഫോർ എ സിസ്റ്റം ഇൻ ഡെവലപ്പിംഗ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാവുന്ന സജസ്റ്റഡ് സ്ട്രാറ്റജീസ് ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. പേജ് നമ്പർ 147 ആണ് കേട്ടോ. യൂണിറ്റ് 2 മൊഡ്യൂൾ 5 യൂണിറ്റ് 2 പേജ് നമ്പർ 147. As the first step in growing excellent partnership program, school system, government, Catholic and independent schools are encouraged to determine a partnership leadership team to oversee and coordinate their work with families and to connect with the parents body in their system. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ, പാർട്ണർഷിപ്പ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മുടെ സ്കൂൾ സിസ്റ്റവും അതേപോലെ തന്നെ നമ്മുടെ ഫാമിലീസ് തമ്മിൽ നല്ലൊരു കോർഡിനേഷനും ഒരു ബോഡി പാരന്റ് ബോഡി സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോളോയിങ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് പ്രാക്ടീസ് ദാറ്റ് സിസ്റ്റം ലീഡർഷിപ്പ് ടീം ഇൻ പാർട്ണർഷിപ്പ് വിത്ത് ദ പാരന്റ്സ് ബോഡി ക്യാൻ യൂസ് ടു ബൂസ്റ്റ് സ്ട്രോങ് പാർട്ണർഷിപ്പ് ഇനിഷ്യേറ്റീവ്സ് ഇൻ സ്കൂൾ. അപ്പൊ നല്ല രീതിയിൽ താഴെ പറയുന്നതാണ് നല്ല രീതിയിലൊരു ലീഡർഷിപ്പ് ടീം എന്ത് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട എക്സാമ്പിൾസ് ആണ് താഴെ പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ സ്കൂൾ ഫാമിലി പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഒരു പോയിന്റ്സ് ഒരാൾ വായിക്കും. ഞാനപ്പോ അത് ഒരു പോയിന്റ് വായിച്ചിട്ട് ഞാൻ അത് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാം. എനിക്ക് ഇത്തിരി തോട്ട് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ആരെങ്കിലും ആളൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ. എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ നൗഫല, എന്ന് പറയുന്ന പോയിന്റ് കേട്ടാടാ. Analysis or develop a policy on family school partnerships. നമ്മള് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന് വേണ്ട പോളിസി ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുക. അത് ഇങ്ങനെ ആയിരിക്കണം, അതിന്റെ ഒരു ലേ ഔട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് നൗഫല വായിച്ചോ. Okay. Write an annual action plan for partnerships. നമുക്ക് ഈ ഒരു വർഷം നമ്മൾ പാർട്ണർഷിപ്പ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്ലാനുകളാണ് നടപ്പിലാക്കേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ചൊരു ആനുവൽ ആക്ഷൻ പ്ലാൻ, ഒരു ഇയറിലേക്കുള്ള ആനുവൽ ആക്ഷൻ പ്ലാൻ നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ്, Provide resource materials to boost school with partnership programs. നമ്മള് റിസോഴ്സ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യണം. സ്കൂളിന് നല്ല രീതിയിലുള്ള പാർട്ണർഷിപ്പ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, റിസോഴ്സ് മെറ്റീരിയൽസ്, നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഞാൻ വായിച്ചോളാം നൗഫല, കുഴപ്പമില്ല, ഞാൻ വായിക്കാം. എസ്റ്റാബ്ലിഷ് എ ക്ലിയറിംഗ് ഹൗസ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് റിസർച്ച് ഡിറ്റക്ഷൻ. ഒരു ക്ലിയറിംഗ് ഹൗസ് എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യാം.
ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പാർട്ണർഷിപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലിയറിംഗ് ഹൗസ് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. എന്ന് വെച്ചാൽ പാരന്റ്സിന്റേതായ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൗസ് ബിൽഡ് ചെയ്യാം. ഹൗസ് എന്ന് വിചാരിച്ചാൽ അവർക്കൊരു അസോസിയേഷൻ, ഒരു ഫാമിലി പോലൊരു കാര്യം ബിൽഡ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടക്ട് സ്റ്റേറ്റ് വൈഡ് കോൺഫറൻസ് ടു എൻകറേജ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ് പ്രാക്ടീസ്. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് കോൺഫറൻസുകൾ എൻകറേജ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? നല്ല രീതിയിൽ പാർട്ണർഷിപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗുഡ് പ്രാക്ടീസ് ആൻഡ് സൊല്യൂഷൻ ടു ദ ചലഞ്ചസ് ഇൻ ഇംപ്ലിമെന്റിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, അതിന് വേണ്ട സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ഹെൽഡ് ചെയ്യാം. കുഴപ്പമില്ല, ഞാൻ പറയാം. വർക്ക് വിത്ത് യൂണിവേഴ്സിറ്റി ടു പ്രിപ്പയർ ന്യൂ ടീച്ചേഴ്സ് ടു കണ്ടക്ട് എഫക്റ്റീവ് പാർട്ണർഷിപ്പ്. അപ്പൊ നമ്മള് യൂണിവേഴ്സിറ്റീസിൽ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാം. കാരണം ന്യൂ ടീച്ചേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ പഠിച്ച് പാസ് ഔട്ട് ആവുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരെ നമ്മുടെ എന്താണ് പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരെ ന്യൂ ടീച്ചേഴ്സ് ടു കണ്ടക്ട് എഫക്റ്റീവ് പാർട്ണർഷിപ്പ്, നല്ല എഫക്റ്റീവ് പാർട്ണർഷിപ്പ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവരെയും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. Recognize the ability to develop and maintain partnership when considering the appointments of school leadership personnels. അപ്പം നമുക്ക് നല്ല രീതിയിൽ സ്കൂൾ പാർട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട പേഴ്സണൽസിന് സ്കൂൾ ലീഡർഷിപ്പ് പേഴ്സണൽസിന് എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം. ഈ പാർട്ണർഷിപ്പ് ഹെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആരൊക്കെയാണ് ഈ സ്കൂൾ പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ആ ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. സെലിബ്രേറ്റ് ആൻഡ് റെക്കഗ്നൈസ് എക്സലൻസ് പാർട്ണർഷിപ്പ് ഇൻ സ്കൂൾ എക്സാമ്പിൾ ത്രൂ അവാർഡ്സ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, അവരെ റെക്കഗ്നൈസ് ചെയ്യുക. സ്കൂളിൽ നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അത് അവരുടെ എക്സലൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുന്നത്. ഐഡന്റിഫൈ ബഡ്ജറ്റ് ഫോർ പാർട്ണർഷിപ്പ് ആക്ടിവിറ്റി ഇൻ സ്കൂൾ. നമുക്ക് പാർട്ണർഷിപ്പ് ആക്ടിവിറ്റിക്ക് നമുക്ക് എന്തായാലും ഫണ്ട് വേണ്ടവരും, ഫിനാൻഷ്യൽ റിസോഴ്സ് വേണ്ടവരും. അപ്പൊ ഇയർലിക്ക് നമുക്ക് വേണ്ട ഫണ്ട് എത്രയാണ്, അതിന്റെ ബഡ്ജറ്റ് കാര്യങ്ങള്, നമുക്ക് വരാൻ പോകുന്ന ചെലവുകൾ, ഇൻകം എങ്ങനെയൊക്കെ വരാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കാം. പ്രൊവൈഡിങ് ക്രോസ് സ്കൂൾ ട്രെയിനിങ് ഫോർ സ്കൂൾ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, ഫാമിലീസ് ടു ഇൻക്രീസ് ദർ പാർട്ണർഷിപ്പ് സ്കിൽസ്. അപ്പൊ ഒരു ക്രോസ് സ്കൂൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം സ്കൂൾ പ്രിൻസിപ്പൽസിനും ടീച്ചേഴ്സിനും ഫാമിലീസിനൊക്കെ വേണ്ട പാർട്ണർഷിപ്പ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ക്രോസ് സ്കൂൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. എന്താണ് ക്രോസ് സ്കൂൾ ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ആണ്. കൊളാബറേറ്റിംഗ് ആൻഡ് ട്രെയിനിങ് ഓർ ലേണിംഗ് എക്സ്പീരിയൻസ് ദാറ്റ് ഇൻവോൾവ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് മാത്രമല്ലായിരിക്കും അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഒരുപാട് പ്രിൻസിപ്പൽസ്, പല സ്കൂൾസിനെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രിൻസിപ്പൽസ്, ടീച്ചേഴ്സ്, അതേപോലെ ഫാമിലീസ്, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ടാണ് ഈ ക്രോസ് സ്കൂൾ ട്രെയിനിങ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യണേ. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് പാർട്ണർഷിപ്പ് സ്കിൽസിനെ കുറിച്ചിട്ടും കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അഡ്വർടൈസ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആക്ടിവിറ്റീസ് ഇൻ മാസ് മീഡിയ. മാസ് മീഡിയാസ് അറിയാലോ, നമ്മുടെ ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, ഇന്നാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ. അതേപോലത്തെ മാസ് മീഡിയാസിൽ നമ്മളുടെ പാർട്ണർഷിപ്പ്, ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാം? അഡ്വർടൈസ് ചെയ്യാം. ഞങ്ങൾ ചില സ്കൂളുകൾ അഡ്വർടൈസ് ചെയ്യാറുണ്ട്. അവരുടെ ഞങ്ങളുടെ അടുത്തൊരു CBSE സ്കൂളിന്റെ കാര്യം എന്താ പറയണത്. ഞങ്ങളുടെ അടുത്തൊരു CBSE സ്കൂൾ ഉണ്ട്. അവിടെ ആനുവൽ ഡേ പ്രോഗ്രാം നൈറ്റിലാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. രാത്രിയാണ് അന്നത്തെ ദിവസം ആനുവൽ ഡേ പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ സെയിം യൂണിഫോം ആയിരിക്കും. ലാസ്റ്റ് ആനുവൽ ഡേ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ജീൻസും റെഡ് ബനിയനായിരുന്നു ടീച്ചേഴ്സും പാരന്റ്സും എല്ലാവരും ഒരു കോഡ് പോലെ. നല്ലൊരു പാർട്ണർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് അത് അത്രയും നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക. കാരണം ആ ഒരു യൂണിഫോം ഇട്ടിട്ടായിരുന്നു എല്ലാ പാരന്റ്സും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അപ്പം ഒരു അഡ്വർടൈസ്മെന്റ് പോലെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇറങ്ങിയിട്ട് ആ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് ഒത്തിരി അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കൂൾ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്, മറ്റ് ഇൻഡസ്ട്രി ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം? ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. വർക്ക് വിത്ത് ദ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ടു എസ്റ്റാബ്ലിഷ് ഫ്ലെക്സിബിൾ
leave policy so the parents can attend the activities at their children's school. അപ്പോൾ നമ്മളെ സ്കൂളുകൾ ബിസിനസ്സുകളും അതേപോലെ ഇൻഡസ്ട്രീസിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലീവ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ പാരന്റ്സിന് കുട്ടികളുടെ ആക്ടിവിറ്റീസിലൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനൊക്കെയാണ് നല്ല രീതിയിൽ പറയാം ഇങ്ങനെ കുട്ടികളുടേതായിട്ടുള്ള ചില ഡേറ്റ് ഉണ്ട്. നമ്മളൊക്കെ അറിയാലോ ഏത് ദിവസമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് ലീവ് കിട്ടുന്നത് ചിൽഡ്രൻസ് ഡേയുടെ അന്ന് എനിക്ക് ലീവായിരുന്നു. ചിൽഡ്രൻസ് ഡേക്ക് നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവ് കിട്ടും. എന്നുവെച്ചാൽ എന്റെ മോള് കഴിഞ്ഞ കൊല്ലം നഴ്സറി പഠിക്കായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ പെർമിഷൻ വാങ്ങിച്ചു ചിൽഡ്രൻസ് ഡേക്ക് എന്തായാലും പാരന്റ്സ് കൂടെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ലീവ് വാങ്ങിച്ചിട്ടാണ് പ്രോഗ്രാമിൽ എന്ത് ചെയ്തത് പങ്കെടുത്തത്. എനിക്ക് ലീവ് കിട്ടിയിട്ടോ. അല്ല നമ്മള് എന്താ പറയാ അൺറീസണബിളി നമുക്ക് ലീവ് കിട്ടില്ല. നമ്മൾക്ക് ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ലീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ വേണം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു, പെർമിറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ വർക്ക് ചെയ്ത ഇൻഡസ്ട്രീസും അതേപോലെ ബിസിനസ് ഫാമുകളായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അവർ ഫ്ലെക്സിബിൾ ലീവ് പോളിസീസ് പാരന്റ്സിന് കുട്ടികളുടെ സ്കൂൾ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ലീവ് പോളിസി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. സപ്പോർട്ട് ആൻഡ് കൺസൾട്ട് റെഗുലർലി വിത്ത് പാരന്റ്സ് ഗ്രൂപ്പ് അറ്റ് സിസ്റ്റം ലെവൽ. നമുക്ക് നല്ല രീതിയിൽ പാരന്റ്സിനെ കൺസൾട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറ്റണം. ഫൈനലി സീക്ക് ദ വാല്യൂ ദ ഇൻപുട്ട് ഓഫ് ദ ഫാമിലീസ്. ഫാമിലീസ് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂവിന് നമ്മള് ഇൻപുട്ട് തിരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം, റിട്ടേൺ കൊടുക്കണം. നല്ല രീതിയിൽ നമ്മൾ അവിടുത്തെ കുട്ടികളെ ഫാമിലി അവരുടെ മക്കളെ നല്ല രീതിയിൽ നല്ല രീതിയിൽ അവർ ട്രെയിൻ ചെയ്യിക്കണം. മെയിൻറ്റെയിൻ ഔട്ട്റീച്ച് ആൻഡ് സസ്റ്റൈനബിലിറ്റി. നമുക്ക് നല്ല രീതിയിൽ മുന്നിലേക്ക് എത്താനും സസ്റ്റൈനബിലിറ്റി നിലനിൽക്കാനും പറ്റണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കമെൻഡഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ സജസ്റ്റഡ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഓരോ കീ ഡയമെൻഷനും അതിൻ്റെതായ സജസ്റ്റഡ് സ്ട്രാറ്റജീസ് ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യായിരുന്നു, സെമിനാർ കണ്ടക്ട് ചെയ്യായിരുന്നു. ഈ ഒരു പോർഷനോട് കൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോ നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കിയത് 7 കീ ഡയമെൻഷൻസ് ആയിരുന്നു. Communicating, connecting learning at school and home, building community and identity, recognizing the role of the family, consultative decision making, and collaborating beyond school and participating. ഇത്രയുമാണ് ആ 7 കീ ഡയമെൻഷൻസ്. ഇനി നമ്മള് ആ ഒരു പോർഷൻ ലാസ്റ്റ് പോർഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സജസ്റ്റഡ് സ്ട്രാറ്റജീസ് ആണ്. അതിന് മുകളിൽ ആ ബോക്സുകൾ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. കാരണം അതിവിടെ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഓരോ കീ ഡയമെൻഷൻസും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം സജസ്റ്റഡ് സ്ട്രാറ്റജീസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും നമ്മുടെ അറിവിന് വേണ്ടിയിട്ട് ആണ് സജസ്റ്റഡ് സ്ട്രാറ്റജീസ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതോടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. യൂണിറ്റ് 2 കംപ്ലീറ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും സെമിനാർ പോർഷൻ മിസ്സിംഗ് ഉണ്ടോ? ആരെങ്കിലും എടുക്കാത്തായിട്ടുണ്ടോ? ഇല്ലാലോ, എല്ലാവരും സെമിനാർ എടുത്താണോ? ജോലി എടുത്തു. രാധിക ഉണ്ടോ? മോൻ സെമിനാർ എടുത്താടോ? ഇല്ല, എടുക്കാൻ പറഞ്ഞായിരുന്നു കുറച്ചു പേരെന്ന്. അല്ലെ ഞാനൊരു പോർഷൻ എടുക്കാൻ പറഞ്ഞായിരുന്നു. ആണോ, പ്രിപ്പയർഡ് ആണോ? കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കേടാ. അത് കണ്ടിന്യൂ ആയിട്ടാണോ എടുക്കണേ? അത് ഒരു അതിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗല്ലേ? ബാക്കിയുള്ളൊക്കെ എടുത്തതാണോ? ബാക്കിയുള്ളതൊക്കെ എടുത്താടെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ എടുത്തു. മോന് രാധികയുടെ പോർഷൻ മാത്രമേ എടുക്കാവുന്നുള്ളൂ. അതാണ് എന്റെ ഓരോ ഓർമ്മ. ക്ലാസ് അറിഞ്ഞില്ല, അത് കാരണം. ഓക്കേടാ. ഈ പോയിന്റ് റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ദ ഫാമിലി. അതെ അതെ. അത് പ്രിപ്പയർഡ് ആണെങ്കിൽ ഒന്ന് പ്രസന്റ് ചെയ്യാം കേട്ടോ. അതോടെ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാണ്. ഞാൻ ആദ്യമായിട്ടാണ് സെമിനാർ അവതരിപ്പിക്കുന്നത്. അതിൻ്റെതായ ചെറിയ പോരായ്മകൾ. ക്യാമറ ഓൺ ആക്കണോ? ഇഷ്ടം പോലെ ചെയ്താൽ
Good evening, all. I'm Radhika. Presented in this topic, recognizing the role of the family. A family, school action team, or working group can work to build great acceptance of the role of the family for family. മാം മലയാളത്തിൽ പ്രസന്റ് ചെയ്തൂടെ? കുഴപ്പമില്ല, എങ്ങനെയായാലും മതി. മനുഷ്യൻ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തു. ഫാമിലിയും സ്കൂളും തമ്മിൽ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ നല്ലൊരു അക്സെപ്റ്റൻസ് നന്നായിട്ട് ബിൽഡ് ചെയ്യുന്നത് നന്നായിരിക്കും. എക്സാമ്പിൾ, ആക്സസ് വെദർ സ്കൂൾ അറേഞ്ച്മെന്റ്സ് മീറ്റ് ഗുഡ് പ്രാക്ടീസ് ഫോർ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഫാമിലീസ് ആൻഡ് ദ സ്കൂൾ. സ്കൂളും ഫാമിലീസും തമ്മിൽ എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് പോലെ പ്രാക്ടീസ് ചെയ്യുക, നല്ലൊരു ഗുഡ് പ്രാക്ടീസും അറേഞ്ച്മെന്റ്സും ഒക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. സർവേ പാരന്റ്സ്, ഫാമിലീസ് ആൻഡ് community members to determine their needs and priorities. പാരന്റ്സിന്റെ നീഡ്സും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് നല്ലൊരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ടു ഡിറ്റർമിൻ ദെയർ നീഡ്സ് ആൻഡ് പ്രയോറിറ്റീസ്, അവരുടെ ആവശ്യങ്ങളും കൂടി മുൻഗണനയിൽ എടുത്തുകൊണ്ട് അവർക്കൊരു ഓപ്ഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും. Develop and distribute a written policy in consultation with the school community on family-school partnership. റിട്ടേൺ പോളിസി അതുപോലെ തന്നെ സ്കൂൾ കമ്മ്യൂണിറ്റിയിലെ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്താണ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. Conduct formal and informal forms which discuss. ഫോർമൽ ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള ഫോംസ് ഡിസ്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. പാരന്റ്സ് റൂൾസ് ആസ് ദ ഫസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ. നമ്മുടെ കുട്ടികളുടെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് പാരന്റ്സ് ആയിരിക്കും. അതിനെപ്പറ്റി പറയുമ്പോൾ പാരന്റ്സ് റൂൾസ് ആസ് ദ റിസർച്ച് വിച്ച് ലിങ്ക്സ് parental support and involvement at the school with improved learning outcomes for children and improved school mindset. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാരന്റ്സിന്റെ ഹെൽപ്പ് കൂടി ഉണ്ടാവുമ്പോൾ സ്കൂളില് പുറത്തുനിന്ന് പാരന്റ്സിന്റെയും കൂടി ഹെൽപ്പ് ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഡെവലപ്മെന്റും ഇംപ്രൂവും ഒക്കെ ഉണ്ടായിരിക്കാം. Identify parents, groups of parents to present the forms to their parent peers. Groups of parents, parents ഗ്രൂപ്പായിട്ടും ഐഡന്റിഫൈ പാരന്റ്സിനെ present forms to the parent peers. ഐഡന്റിഫൈ ചെയ്യാണ് പാരന്റ്സിനെ. നമ്മൾ നല്ല രീതിയിൽ ഗ്രൂപ്പായിട്ടും ഒക്കെ അവിടെ പ്രവർത്തിക്കുമ്പോൾ നല്ലതായിട്ട് നമ്മൾ സ്കൂളുമായിട്ട് പാരന്റ്സ് നല്ലൊരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും ഉള്ളത് നല്ലതായിരിക്കും. Organize discussions, meetings or workshops around areas of school goals. Example, resilience, literacy and numeracy, which allow parents to share their experience and understanding of parenting, school goals and school ethics. എന്തെന്ന് വെച്ചാൽ അവർക്കുള്ള എക്സ്പീരിയൻസും പാരന്റ്സിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും അവരുടെ പാരന്റിങ്ങിൽ എങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സ്കൂൾ ഗോൾസും സ്കൂളിലുള്ള ഗോൾസ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. എത്രയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ. എനിക്കിത് പ്രസന്റ് ചെയ്തിട്ട് വലിയ അറിവില്ല, എനിക്ക് കഴിയുന്ന വിധം ഞാൻ ചെയ്തു എന്നുള്ളൂ കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് ചെയ്തു കേട്ടോ.
ഓക്കെ. ഓക്കെ, അപ്പൊ ഇതോടെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടോ. സെക്കൻഡ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളിനി മൂവ് ആകുന്നത് തേർഡ് യൂണിറ്റിലേക്കാണ്. പേജ് നമ്പർ 149 ആണ്. ചെറിയൊരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഫാമിലി എൻഗേജ്മെന്റ്. എന്താണ് ഏർലി ചൈൽഡ്ഹുഡില് എഡ്യൂക്കേഷനും ഫാമിലി എൻഗേജ്മെന്റിന്റെയും റോളും റെസ്പോൺസിബിലിറ്റീസും? ഓക്കെ, നമുക്ക് നോക്കാം. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് പറയുന്നത്. ഇവിടെ മൂന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, എഡ്യൂക്കേഷൻ ഫാമിലി എൻഗേജ്മെന്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ കാര്യത്തില് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് അസിസ്റ്റൻസ്, സോഷ്യൽ സ്റ്റാഫ് അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് പേഴ്സണൽസ്. പിന്നെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ വ്യക്തികളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ റോൾ എന്താണ് നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ കുട്ടികൾക്ക് ഇവരിൽ നിന്നൊക്കെ എന്താണ് റോൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ, അതേപോലെ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് അസിസ്റ്റൻസ്, സോഷ്യൽ സ്റ്റാഫ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഗേജിങ് ഫാമിലീസ് ഇൻ ദെയർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ ഫാമിലിനെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് ഈ 3 വ്യക്തികൾ നമുക്ക് പറയാൻ പറ്റില്ല, 3 ഫാക്ടേഴ്സ് നമ്മൾ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്, പിന്നെ ടീച്ചേഴ്സ് ആൻഡ് അസിസ്റ്റൻസ് ആണ്, ദെൻ സോഷ്യൽ സർവീസ് പേഴ്സണൽസ് ആണ്. സോഷ്യൽ സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ സർവീസ് പേഴ്സണൽസ് ആണ്. വിത്ത് കെയർഫുൾ പ്ലാനിങ് ബോത്ത് സ്റ്റാഫ് ആൻഡ് ഫാമിലി ബെനിഫിറ്റ്സ്. ഈ വളരെ കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ് ശരിക്കും നമ്മുടെ സ്കൂൾസ് അല്ലെങ്കിൽ ടീച്ചിങ് എന്താ പറയാ സ്കൂൾ സ്റ്റാഫുകളെയും ഫാമിലിക്കും ബെനിഫിഷ്യൽ ആണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഡിസ്ട്രിക്ട് പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. എന്താണ് ഡിസ്ട്രിക്ട് പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ നോക്കാം. ഫാമിലീസിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നല്ല രീതിയിൽ ഫാമിലീസിൽ ഇടപെടാൻ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഫാമിലീസിനോട് പറയാനും അവർക്ക് കുട്ടികളുടേതായ വിദ്യാഭ്യാസ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? district personal administrators പറ്റും. Provide a structure to ensure that the family having meaningful engagement opportunities. അവർക്ക് മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ആയിട്ട് പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇടപെടാനായിട്ടൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ അവർ കുട്ടിയുടെ വിദ്യാഭ്യാസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് സജഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇപ്പം സാധാരണ ഡിസ്ട്രിക്ട് പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ് നമുക്കറിയാം, എന്താണ് കളക്ടറാണ്. ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും, അതേപോലെ തന്നെ സബ് കളക്ടർ. നമ്മൾ ഇവരാണ് മെയിൻ ആയിട്ട് ഡിസ്ട്രിക്ട് പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്റർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് പറയുന്നത്. അത് ഇപ്പോ നമ്മൾ സാധാരണ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റോൾ എന്താണ്, ഈ നാളത്തെ ദിവസം മഴയാണെങ്കിൽ ലീവ് പ്രഖ്യാപിക്കുക എന്ന് മാത്രമല്ല കേട്ടോ. എഡ്യൂക്കേഷന് റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് ഒരുപാട് റോളുകളുണ്ട്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം സജഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഫസ്റ്റ് മുൻകൈ എടുക്കുകയും ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ കോവിഡിന്റെ ഒക്കെ സമയത്ത്, ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ പോസിബിൾ ആയിരുന്നില്ല. അത്യാവശ്യം എല്ലാവർക്കും പോസിബിൾ ആയിരുന്നെങ്കിലും ഒത്തിരി ബാക്ക്വേർഡ് സെഷനിലുള്ള കുട്ടികൾക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ പോസിബിൾ അല്ലായിരുന്നു. അന്ന് ആ ഒരു കാര്യം മുന്നിൽ കണ്ടിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലാപ്ടോപ്പ്, അതേപോലെ മൊബൈൽ ഫോൺ, വൈഫൈ കണക്ഷൻ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജനപ്രതിനിധികളും സോഷ്യൽ സർവീസ് പേഴ്സണൽസും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് അന്ന് എഡ്യൂക്കേഷൻ പോസിബിൾ ആയത്. അതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Provide a structure to ensure that the family having meaningful engagement opportunities. ഫാമിലീസിന് നല്ല രീതിയിൽ ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള എൻഗേജ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. Provide opportunities for professional development
ട്രെയിനിങ് ഫോർ ദർ സ്റ്റാഫ്, നമ്മുടെ സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. ഇൻക്ലൂഡിംഗ് ദംസെൽഫ് ഓൺ വർക്കിംഗ് വിത്ത് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ആൻഡ് ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. നമുക്കറിയാം നമ്മുടെ ഫാമിലീസ് കുട്ടികളും വരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ്. സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഡിഫറെന്റ് ആണ്, റേസ് ആൻഡ് എത്നിസിറ്റി ഡിഫറെന്റ് ആണ്, ഡെവലപ്മെന്റൽ എബിലിറ്റീസ് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും നമ്മുടെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ നമ്മൾ അവരോട് വർക്ക് ചെയ്യുമ്പോൾ, അവരോടൊത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരെയും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ അവരുടെ എന്താ പറയാ, അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ റിലീജിയനെയും അതേപോലെ തന്നെ അവരുടെ കൾച്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. നമ്മളുടെ കൾച്ചർ മാത്രമാണ് പെർഫെക്റ്റ് എന്ന് വിചാരിക്കരുത്. നമ്മൾ മറ്റുള്ളവരെ കൾച്ചറിനെയും റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മളൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ആയിട്ട് മാറുന്നത്. ട്രെയിനിങ് ഓൺ promoting and sustaining family engagement should also be provided. അതേപോലെ ട്രെയിനിങ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ടീച്ചേഴ്സിന് ട്രെയിനിങ് കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഫാമിലിക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിൽ അവർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു വർഷം എനിക്ക് തോന്നുന്നു ഡിസ്ട്രിക്ട് പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒക്കെ കീഴിൽ പ്രിൻസിപ്പൽസ് അതേപോലെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാ ടീച്ചേഴ്സും അവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ വീടുകൾ ഹോം വിസിറ്റ് വേണം എന്ന് കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഏരിയയിൽ എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ ഹോം വിസിറ്റിന്റെ കാര്യം? ഇല്ല. ഓക്കെ, ഹോം വിസിറ്റ് അങ്ങനെ സ്കൂളില് പറഞ്ഞിരുന്നു, പക്ഷെ വന്നിട്ടില്ല കേട്ടോ ആരും. ഞങ്ങളുടെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് ഹോം വിസിറ്റ് വരുന്നുണ്ട് എന്ന്. അപ്പം അങ്ങനെ കേൾക്കുന്നുണ്ട് ഹോം വിസിറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന്. അത് വെച്ചാൽ നമ്മുടെ കുട്ടികൾ വരുന്ന സാഹചര്യം എന്താണ്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ കൾച്ചർ എന്താണ്, അവരുടെ ഫാമിലിയിൽ അവർക്ക് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് അക്യൂർ ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോം വിസിറ്റ് പോലുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമല്ല റോൾ ഉള്ളത്, ടീച്ചേഴ്സിനും അസിസ്റ്റൻസിനും എന്തുണ്ട്, കുട്ടിയുടെ എഡ്യൂക്കേഷന്റെ ഫാമിലിനെ എന്ത് ചെയ്യണം, എൻഗേജ് ചെയ്യിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രൊവൈഡ് എ വെൽക്കമിങ് എൻവയോൺമെന്റ് ഫോർ ഫാമിലി വിത്തിൻ ദ ക്ലാസ് റൂം. നമ്മൾ ക്ലാസ് റൂമിൽ ഒരു വെൽക്കമിങ് എൻവയോൺമെന്റ് ആർക്കും പ്രൊവൈഡ് ചെയ്യണം, ഫാമിലി മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. കാരണം അവർ വെൽക്കം ചെയ്യണം. നമ്മൾ ശരിക്കും പാരന്റ്സിനെ ചില സ്കൂളുകൾ ട്രീറ്റ് ചെയ്യുന്നത് എന്റെ ശത്രുക്കൾ വരുന്നത് പോലെയാണ്. എന്ന് വെച്ചാല് ചിലപ്പോ ഗേറ്റിന് ഇപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഗേറ്റിനകത്തേക്ക് പാരന്റ്സിനെ അലൗ ചെയ്യില്ല. ചില സ്കൂളുകളിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, എന്നാലേ നമുക്ക് കുട്ടീനെ പിക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഒരു എന്താ പറയാ, ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യും. സ്കൂളും ഫാമിലിയും തമ്മിലൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും. അപ്പോ അതൊരു പ്രശ്നമാണ്. ഷുഡ് സീക്ക് ഔട്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് ദർ സ്റ്റുഡൻസ് ലൈഫ്, family, communities and integrating this information into their instruction. നമ്മൾ കുട്ടികളെ ടീച്ചേഴ്സും അസിസ്റ്റൻസും മനസ്സിലാക്കേണ്ടത് ഫാമിലീസ് ആണ് ഫസ്റ്റ് എഡ്യൂക്കേറ്റർ. കുട്ടികളെ കുറിച്ച് ഏറ്റവും കൂടുതൽ നോളജ് അറിയാവുന്നത് ആർക്കാണ്? ഫാമിലീസിനാണ്. അപ്പൊ ഫാമിലീസ് അവരുടെ കുട്ടിയുടെ ലൈഫ് എങ്ങനെയാണ്, അവരുടെ ഫാമിലീസ് എങ്ങനെയാണ്, കമ്മ്യൂണിറ്റി എങ്ങനെയാണ്, അവരുടെ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഗ്യാദർ ചെയ്യുക, അവരുടെ അതിന് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. എൻകറേജ് ആൻഡ് സപ്പോർട്ട് ദ ഫാമിലി ഇൻ ക്രിയേറ്റിംഗ് ആൻഡ് സസ്റ്റൈനിങ് എ ഹോം എൻവയോൺമെന്റ് ദാറ്റ് വാല്യൂ ലേണിംഗ്. പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭവനാന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫാമിലിനെ ആരും കൂടി സപ്പോർട്ട് ചെയ്യണം. ടീച്ചേഴ്സും അസിസ്റ്റൻസും സപ്പോർട്ട് ചെയ്യണം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിയിൽ നല്ലൊരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു അവസരം കിട്ടുന്നുണ്ട് എന്ന് ടീച്ചേഴ്സും അതേപോലെ അസിസ്റ്റന്റ് സ്റ്റാഫുകളും ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇനി സോഷ്യൽ സർവീസ് പേഴ്സണേഴ്സ് ആണ്. നമുക്കറിയാം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സോഷ്യൽ സർവീസ് പേഴ്സണേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഒരു എന്താണ് റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ advanced sense of community by providing local organizations. നമ്മൾ കമ്മ്യൂണിറ്റി ലോക്കൽ ഓർഗനൈസേഷൻസ് പഞ്ചായത്തിൽ നിന്നൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, കമ്മ്യൂണിറ്റി സർവീസ് സെൻസസ് ഒക്കെ പോലെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആൻഡ് ബിസിനസ് വിത്ത് ഇൻഫർമേഷൻ ഓൺ പ്രീ സ്കൂൾ പ്രോഗ്രാംസ്. അപ്പൊ പ്രീ സ്കൂൾ പ്രോഗ്രാംസ് കുട്ടികൾ നഴ്സറി പോയി തുടങ്ങിയോ,
വാക്സിൻസ് പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എന്താണ് ലോക്കൽ ഓർഗനൈസേഷനിൽ നിന്ന് കമ്മ്യൂണിറ്റി സെൻസസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ദിസ് എൻകറേജ് കമ്മ്യൂണിറ്റി ബൈ ഇൻ കോപ്പറേഷൻ. കമ്മ്യൂണിറ്റിയുടെയും കൂടി ഒരു കോപ്പറേഷൻ ഉണ്ട് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഏർലി ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എഡ്യൂക്കേഷൻ പോസിബിൾ ആണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പണ്ട്, ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയില്ല, പണ്ട് ഞാനൊക്കെ പഠിച്ച സമയത്ത്, ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചതൊരു എന്താ പറയാ മഠാണ്, കോൺവെന്റ് പോലൊരു ഫേമാണ്, സ്കൂളാണ്. അപ്പൊ അവിടെ പഠിക്കുമ്പോൾ ഞാൻ എന്താ പറയാ ആശാ വർക്കേഴ്സ്, അതെ ആശാ വർക്കേഴ്സ് ഞാൻ പഠിക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ അംഗനവാടി അല്ലെങ്കിൽ നേഴ്സറി, അന്നത്തെ നേഴ്സറി കഴിഞ്ഞിട്ട് നേരെ KG സെഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്റെ അതേ പ്രായമുള്ള കുട്ടികൾ എവിടെയായിരുന്നു? അംഗനവാടി തന്നെ പഠിക്കുന്നത്. ചില കുട്ടികൾ അങ്ങനെ അംഗനവാടിയിലൊന്നും പോകാത്ത കുട്ടികളുണ്ടായിരുന്നു. അത് നേരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? അവർ നേരെ അവർക്ക് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ പോസിബിൾ ആകുന്നുണ്ടോ? വീട്ടുകാർ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർക്ക് അലോ ചെയ്യുന്നുണ്ടാവില്ല. അതെന്താണ് കാര്യങ്ങളൊക്കെ? ഇന്നും ചില പാരന്റ്സ് നേഴ്സറിയിൽ വിടില്ല. എനിക്ക് നേരിട്ട് പരിചയമുള്ള പാരന്റ്സ് ഉണ്ട്, അവർ നേഴ്സറിയിൽ വിടില്ല, നേരെ KG സെഷനിലേക്ക് കൊണ്ടുവരും, KG സെഷനിലാക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട് പറ്റില്ല, അവരുടെ എൻവയോൺമെന്റ് ആയിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട് പറ്റില്ല. കാരണം 4ാമത്തെ വയസ്സിലാക്കി അവര് വീട് വിട്ട് മാറി നിൽക്കും. സോറി കേട്ടോ, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ കാരണമായിരുന്നു കേട്ടോ. ക്ലാസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? സോറി. അപ്പോ നമ്മൾ പറഞ്ഞത് സോഷ്യൽ സർവീസ് പേഴ്സണേഴ്സ് ആണ്. സോഷ്യൽ സർവീസ് പേഴ്സണേഴ്സും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കുട്ടികളുടെ പ്രീ സ്കൂൾ പ്രൈമറി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ടോ? അവർക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ നമുക്കറിയാം, ഫസ്റ്റ് 6 to 14 ഇയേഴ്സ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. പണ്ടാണ് ഈ പെൺകുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊന്നും പഠിക്കാനായിട്ട് അലോ ചെയ്യില്ലായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി ആ ഫാമിലിനെ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുകയും വേണം. ഇങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചും നമ്മൾ അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ കണ്ടക്ട് ഹോം വിസിറ്റ്, host the family meeting in district in order to foster a sense of security and trust on the families. അപ്പോ
ഹോം വിസിറ്റുകൾ കണ്ടക്ട് ചെയ്യാം. വീടുകളിൽ പോയിട്ട് എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവർ ഏത് സ്റ്റാൻഡേർഡ്സിലാണ് പഠിക്കുന്നത്, അതേപോലെ അവരുടെ വിദ്യാഭ്യാസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അതേപോലെ ഫാമിലി മീറ്റിംഗ്സ്, ഡിസ്ട്രിക്റ്റില് ഫാമിലി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാം. ഈ ഒരു ഏജിലുള്ള കുട്ടികളുടെ പാരന്റ്സിന് വേണ്ടിയിട്ട് ഒരു ഫാമിലി മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം. ഓഫർ എ വെറൈറ്റി ഓഫ് ട്രെയിനിങ് ആൻഡ് മീറ്റിംഗ്സ് ഓൺ ദ ടോപ്പിക് ദാറ്റ് സപ്പോർട്ട് ദ നീഡ്സ് ഓഫ് ദ ഫാമിലി. ഫാമിലിയുടെ നീഡ്സിനെ റിലേറ്റ് ചെയ്യുന്ന എന്താ പറയാ ട്രെയിനിങ് പ്രോഗ്രാംസുകളും മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും പറഞ്ഞാൽ ഫാമിലിയാണ് പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ്. കുട്ടികളുടെ പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളുടെ ഫാമിലീസ് ആണ്. അപ്പോ ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ പാരന്റ്സിന് എല്ലാവരെയും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൗൺസിലിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനി ന്യൂ ആയിട്ട് വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പാരന്റ്സിന് നമുക്ക് നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്യാം. എങ്ങനെയാണ് ഒരു കുട്ടീനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കേണ്ടത് എന്നൊരു കൗൺസിലിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ജനറേഷനെ വാർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതേപോലത്തെ ട്രെയിനിങ്ങും മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം. ദ ഗോൾ ഓഫ് ദ ട്രെയിനിങ് ഷുഡ് ബി ഇംപ്രൂവ് ദ അണ്ടർസ്റ്റാൻഡിങ്, ഇൻക്രീസ് ദ നോളജ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അവർ നോളജ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ഫ്രം എ ബോണ്ട് ബിറ്റ്വീൻ, ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫാമിലീസ്, കമ്മ്യൂണിറ്റി, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ തമ്മിൽ ഒരു നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പൊ നമ്മളൊരു കുട്ടി അവൻ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ മോശമായിട്ടാണ് പെരുമാറുന്നത്, ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടായിരിക്കും ആദ്യം പറയുന്നത്? പാരന്റ്സ് പറയും ടീച്ചേഴ്സിന്റെ ആണെന്ന്, ടീച്ചേഴ്സ് പറയും പാരന്റ്സിന്റെ ആണെന്ന്. ശരിക്കും ഇവിടെ ബോത്ത് എല്ലാവരും, സൊസൈറ്റി അടക്കം റെസ്പോൺസിബിൾ ആണ് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തില് എന്താണ് ഫാമിലീസും സ്കൂളും ടീച്ചറും സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും എല്ലാവരും എന്താണ് ഈക്വലി റെസ്പോൺസിബിൾ ആണ്. നല്ല രീതിയിൽ നമ്മളെല്ലാവരും ഒത്തൊരുമയോട് കൂടി പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഭാവി തലമുറയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത്. കുടുംബങ്ങളിൽ, ഫാമിലീസിൽ ഒരു നല്ല സുരക്ഷിത ബോധം, അതേപോലെ വിശ്വാസം വളർത്താനായിട്ട് നമ്മൾ ഭവന സന്ദർശനങ്ങള്, ഹോം വിസിറ്റ്, അതേപോലെ ഹോസ്റ്റലുകള്, യോഗങ്ങൾ, കുടുംബ യോഗങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതേപോലെ തന്നെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വിഷയങ്ങളിൽ നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പണ്ട് നമ്മൾ എന്താ പറയാ, പണ്ട് എന്ന് പറയുമ്പോൾ എന്റെയൊക്കെ പ്രായത്തില് ചില വീടുകളിൽ എന്തുണ്ടാവില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. അപ്പൊ അന്ന് ഞങ്ങളുടെ പഞ്ചായത്തില് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടുകളിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, അങ്ങനെ പഠിക്കുന്ന കുട്ടികളുടെ സെൻസസ് ഒക്കെ എടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ കാര്യങ്ങളും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അതൊരു നല്ലൊരു കാര്യമായിരുന്നു. അതേപോലെ നമ്മള് സ്കൂളുകളിൽ നിന്ന് തന്നെ വീടില്ലാത്തത്, ഭവനമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീട് പണിത് കൊടുക്കുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ലേ? മിക്ക സ്ഥലത്തും ഒരു നല്ലൊരു പ്രവൃത്തിയാണ്. ചില വീടുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് താമസിക്കാൻ പറ്റാത്ത വീടുകളായിരിക്കും. അവിടെ എന്താണ്, അവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സഹപാഠിക്കൊരു വീട് കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിലും കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ പറയാ നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളുടെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും കുട്ടികളുടെ പ്രീ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ നമ്മുടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടന്റ് റോൾസ് ആർക്കൊക്കെയാണുള്ളത്? ഡിസ്ട്രിക്ട് പേഴ്സണൽസിന്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്, ടീച്ചേഴ്സ് അസിസ്റ്റൻസ് ആൻഡ് ആസ് വെൽ ആസ് സോഷ്യൽ സർവീസ് പേഴ്സണൽസിനും അതിൻ്റെതായ റോൾസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ആശാ വർക്കേഴ്സ്, സോഷ്യൽ സർവീസ് പേഴ്സണൽസ്, മെമ്പർമാര്, നമ്മുടെ വാർഡ് മെമ്പേഴ്സ്, ഇവരെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ കൊളാബറേഷൻ ആണ് കേട്ടോ. ഈ കൊളാബറേഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിനെ ആണ് സഹകരണം എന്ന് ഉദ്ദേശിക്കുന്നത്, കൊളാബറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മള് ഈ 3 ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ 3 വ്യക്തികൾ നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് ആൻഡ് ലൈഫ് സക്സസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തിക്കാനായിട്ട് പറ്റും. Collaboration is the process of working together to achieve one goal.
ഒരു മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുകയാണ്. എൻഷുറിങ് എന്താ നമ്മളിവിടെ എൻഷുർ ചെയ്യുന്ന കാര്യം? അക്കാഡമിക് ആൻഡ് ലൈഫ് സക്സസ്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം, അക്കാഡമിക് സക്സസും അതേപോലെ തന്നെ ആ കുട്ടിയുടെ ജീവിത വിജയവും കൈവരിക്കാൻ വേണ്ടിയിട്ട്, ഫോർ ദ ചിൽഡ്രൻസ് ബീങ് സർവ്ഡ്, നല്ല രീതിയിൽ ജീവിത വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യണം. ഫാമിലി സപ്പോർട്ട് ചെയ്യണം, സ്കൂൾ സപ്പോർട്ട് ചെയ്യണം, കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യണം. A collaborative relationship exists among school, family and communities. നമ്മള് ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. ആരെല്ലാം തമ്മിൽ? സ്കൂളുകൾ, ഫാമിലീസ്, കമ്മ്യൂണിറ്റീസ് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ഡെവലപ്പിംഗ് ദിസ് റിലേഷൻഷിപ്പ് ആർ മ്യൂച്വൽ റെസ്പെക്ട്. മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? മ്യൂച്വൽ റെസ്പെക്ട് ആണ്, പരസ്പരമുള്ള ബഹുമാനമാണ് വേണ്ടത്. ടീച്ചേഴ്സിനെ എപ്പോഴും പാരന്റ്സ് പരാതി പറയാ, അല്ലെങ്കിൽ പാരന്റ്സിന് ടീച്ചേഴ്സ് പരാതി പറയാ, അവിടെ അല്ല, ഒരു കൊളാബറേഷൻ ആണ് അവിടെ വേണ്ടത്. മ്യൂച്വൽ റെസ്പെക്ട് വേണം. ഓൺഗോയിങ് കമ്മ്യൂണിക്കേഷൻ, തുടർച്ചയായിട്ടുള്ള ആശയവിനിമയം വേണം. നമ്മളൊരു കാര്യം പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നതോ പാരന്റ്സ് ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. അവിടെ ഒരു ഓൺഗോയിങ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് വേണം. കമ്മ്യൂണിക്കേഷൻ ഇസ് വൺ ഓഫ് ദ കീ ഫാക്ടർ വൈറ്റൽ ഫോർ സക്സസ് ഓഫ് കൊളാബറേഷൻ. ഈ ഒരു സഹകരണത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ ഫാക്ടർ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ കീ ഡയമെൻഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ മൂവിംഗ് ഫോർവേഡ് വിത്ത് ഡെവലപ്പിംഗ് ഡിസ്ട്രിക്ട് സിസ്റ്റം ഫോർ എൻഗേജിംഗ് ഫാമിലി, തിങ്ക് അബൌട്ട് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നല്ല രീതിയിൽ ഒരു ഡിസ്ട്രിക്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു എൻഗേജിംഗ് ഫാമിലീസിന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി താഴെ പറയുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഹൗ ഡസ് മൈ ഡിസ്ട്രിക്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി സർവ്ഡ്? എന്റെ ജില്ലയിലെ കുട്ടികളും കുടുംബങ്ങളുമായും എങ്ങനെയാണ് ആശയവിനിമയങ്ങള് നടത്തേണ്ടത് എന്ന് നമ്മൾ അതിനെ ഡിസൈഡ് ചെയ്യണം. വാട്ട് മെസ്സേജ് ആർ ടീച്ചേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് കൺവീനിങ്? അപ്പോ ടീച്ചേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും മറ്റ് സ്റ്റാഫുകളും എന്ത് മെസ്സേജ്, എന്ത് സന്ദേശങ്ങളാണ് നൽകുന്നത് എന്നുള്ള രണ്ട് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. അതേപോലെ ഞാൻ ഈ ഡിസ്ട്രിക്ട് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് കൗൺസിലിംഗ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഡിസ്ട്രിക്ട് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ലോക്കൽ അതോറിറ്റി, ഇപ്പൊ നമ്മൾ എന്താ പറയാ, പഞ്ചായത്താന്ന് വിചാരിക്കും. അപ്പൊ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് കീഴില് കൗൺസിലിംഗ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. അഡോളസന്റ് ഏജിലേക്ക് വരുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ് ക്ലാസ്സുകൾ, കുഞ്ഞു കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഈ വെക്കേഷൻ ടൈമിലൊക്കെ അങ്ങനെ കണ്ടക്ട് ചെയ്യുമായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തില്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെയൊക്കെ പ്രായത്തിലും മിക്കവാറും ഉണ്ടാവും അംഗനവാടി വഴിയൊക്കെ കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓർമ്മയുണ്ട്? അപ്പൊ അതെല്ലാം ഒരു പരിധി വരെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത് വളരെയധികം നല്ലതാണ്. കാരണം അവർക്ക് എന്താണ് മോശമായിട്ടുള്ള ആക്ടിവിറ്റീസ്, എന്താണ് നല്ല ആക്ടിവിറ്റീസ്, എക്സ്ട്രാ ട്യൂഷനോ? സമ്മർ ക്യാമ്പ് പോലെയാണോ മാം? അതെ, സമ്മർ ക്യാമ്പ് ഒക്കെ പോലെ ഉണ്ടായിരുന്നോ മോൻ പഠിക്കുന്ന സ്കൂളിൽ? ഉണ്ടായിരുന്നു. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കും, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, എല്ലാം അങ്ങനെയാണോ? അവർ ഇന്ററാക്ഷൻ സെക്ഷൻ. അതെ, ഓറിയന്റേഷനും കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങള്, അതേപോലെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്തൊക്കെയാണെന്ന് അന്ന് ഞാൻ എന്റെ ചെറുപ്പത്തിൽ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ കൗൺസിലിംഗ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. School personnel must respect the facts that families are the first teachers, children's first teachers. നമ്മൾ സ്കൂൾ പേഴ്സണൽസ്, ടീച്ചേഴ്സ് ഒരു കാര്യം റെസ്പെക്ട് ചെയ്യണം. ഫാമിലീസ് ആണ് കുട്ടികളുടെ ഫസ്റ്റ് ടീച്ചർ എന്നുള്ളത്. All through the administrators and teachers may be treated as expert in education of the children. അപ്പോ നമ്മളിപ്പോ ഫാമിലി ഒരു കാര്യം മനസ്സിലാക്കണം, കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ എക്സ്പേർട്ടുകൾ ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ടീച്ചേഴ്സ് ആണ്. ഫാമിലി ഹാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റോൾ ഇൻ their children's learning and development. കുട്ടികളുടെ ലേണിംഗിലും ഡെവലപ്മെന്റും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് പങ്കുവഹിക്കാൻ പറ്റുന്നത് ആർക്കാണ്? ഫാമിലീസിനാണ്. ഓൾസോ ഫാമിലി ആർ ദ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ ദ ടീച്ചേഴ്സ്. ഫാമിലീസ് ആണ് കുട്ടികളെ കുറിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സ് ആണ്. കുട്ടീനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സ് ആരാണ്? ഫാമിലിയാണ്. ടീച്ചേഴ്സ് ആസ് ദേ ഹാവ് ദ ഫസ്റ്റ് ഹാൻഡ് നോളജ് ഓഫ് ദർ ചിൽഡ്രൻസ് ആൻഡ് സ്ട്രെങ്ത് ആൻഡ് ചലഞ്ചസ്. അപ്പം നമ്മള് കുട്ടികളുടെ അവരുടെ സ്ട്രെങ്ത് എന്താണ്, ചലഞ്ചസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഫാമിലീസിലൂടെയാണ്. ഫാമിലീസ് പറയും, അല്ലെങ്കിൽ പാരന്റ്സ് പറയും, കുട്ടി ഇത്തിരി കുറുമ്പാണ്, ഇത്തിരി വികൃതിയാണ് കേട്ടോ,
അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും കുട്ടീനെ ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ കുട്ടി നന്നായിട്ട് പാട്ട് പാടും, അപ്പൊ അവരുടെ സ്ട്രെങ്ത് എന്താണ്, ചലഞ്ചസ് എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഫാമിലി ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു കുട്ടിയിലെ എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആരുടെ റോൾ ഇമ്പോർട്ടന്റ് ആണ്? നമ്മുടെ പാരന്റ്സിന്റെയും ഫാമിലീസിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത്ര ഒന്ന് വായിച്ചു നോക്കോ, കൊളാബറേഷൻ വരെ ഒന്ന് വായിച്ചു നോക്കോ. റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടോ, അത് മൊത്തമായിട്ട് കൊളാബറേഷൻ വരെ റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. കീ ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പാരന്റ്സ് ആൻഡ് ഫാമിലി. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മൾ പറഞ്ഞു കൊളാബറേഷന്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്, ആശയവിനിമയമാണ്. ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു ആശയവിനിമയം ഫാമിലീസും സ്കൂളും നമ്മൾ വേണം. ഓക്കെ, ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ നല്ലൊരു ആശയവിനിമയം വേണം. ലിസൺ ടു ദ പാരന്റ്സ് ആൻഡ് ഫാമിലി വിത്തൗട്ട് ഇന്റർപ്രറ്റിംഗ് ദം. അവരെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ അവരായിട്ട് എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്യണം. ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദർ വ്യൂസ് ആസ് വെൽ ആസ് ദർ റിസർവേഷൻ. അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അതേപോലെ അവരുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും വേണം. റിപ്പീറ്റ് ബാക്ക് ടു ദ പാരന്റ്സ് ആൻഡ് ഫാമിലി what they have said to ensure you have full understanding of what they are saying. ഇവരെന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് കേൾക്കണം. അവർ വീണ്ടും വീണ്ടും ആ ഒരു ആവശ്യം നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കാനൊരു അവസരം വരുത്തരുത്. നമ്മൾ അവരെന്താണ്, മാതാപിതാക്കൾ എന്താണ് പറയുന്നതെന്ന് നമ്മൾ
ടീച്ചേഴ്സ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ആ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് പറയേണ്ടതായിട്ട് വരും. റിമെമ്പർ, പാരന്റ്സ് ആൻഡ് ഫാമിലീസ് കൺസേൺസ് ആർ ലെജിറ്റിമേറ്റ് ടു ദം. നമുക്കറിയാം, ന്യായമാണ് പാരന്റ്സിന്റെയും കുട്ടികളുടെയും ഫാമിലീസിന്റെയും കൺസേൺ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കൺസേൺസ് ന്യായമാണെന്ന് നമുക്കറിയാം. അപ്പൊ അവരുടെ ആശങ്കകൾ ഉണ്ടാകും കുട്ടിയുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട്. അതിന് നമ്മളെപ്പോഴും അവർ പറയുന്ന അവരുടെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ വെറീസ് കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കിയും അവരോട് നല്ല രീതിയിൽ നമ്മൾ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ അവരെ കൺസേൺ കൊടുത്ത് കേൾക്കാനായിട്ട് അവസരം കൊടുക്കണം. നമുക്കറിയാം, എല്ലാ പാരന്റ്സിനും സെയിം ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അപ്പോ ലാംഗ്വേജ് ഡിഫറൻസ് ക്യാൻ ബി കോസ് മിസ് അണ്ടർസ്റ്റാൻഡിങ്. സാധാരണയായിട്ട് ലാംഗ്വേജ് ഡിഫറൻസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് കാരണമാകാറുണ്ട്. Therefore, administrators and teachers should learn basic words and expression to react with the parents. അപ്പൊ പാരന്റ്സ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ്, എക്സ്പ്രഷൻസ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. വിത്ത് പാരന്റ്സ് ആൻഡ് ഫാമിലി ഫോർ ഡിഫറെന്റ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ്. നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് വരുന്നവരുണ്ടാവും. ചിലവർക്ക് നമ്മളിപ്പോ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഒട്ടും മനസ്സിലാവാത്ത പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ട്രാൻസ്ലേറ്റർ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ലാംഗ്വേജിനെ റെസ്പെക്ട് ചെയ്യുക. അവരോട് അതേ ലാംഗ്വേജിൽ തന്നെ തിരിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഫീൽ തോന്നും നമ്മുടെ ലാംഗ്വേജിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന്. ഞാൻ പറയുന്നത്, ഇപ്പൊ ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പുറത്തു നിന്നുള്ള കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പുറത്തുനിന്നുള്ള കുട്ടികൾ പഠിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ മണിപ്പൂരി കുട്ടികളുണ്ട്. നിങ്ങൾക്കറിയോ അത്? മണിപ്പൂരിൽ നിന്നുള്ള കുട്ടികൾ ഒരു 5-8 പേരെങ്ങാണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട്. മോണ്ടിസോറി മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്. അറിയാം, ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അപ്പോ അവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫുൾ ഇംഗ്ലീഷ് ആണ്. അപ്പൊ നമ്മൾ അതേ ലാംഗ്വേജിലാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവരുടെ ലാംഗ്വേജിന് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു നീഡ് റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ഫുൾ ഇംഗ്ലീഷിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ലൈവ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ റെഗുലർ ക്ലാസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി ഉണ്ടാവും, അതേപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള കുട്ടി ഉണ്ടാവും. ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിലാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നത്. പിന്നെയും നമ്മൾ ഇത്തിരി എന്താ പറയാ സ്പീഡിലും അതേപോലെ പെട്ടെന്ന് ക്ലാസ് എടുത്ത് പോകുന്ന PG ക്ലാസ്സിലാണ്. നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികളല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ച് സ്പീഡായിട്ട് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും ഒരേ ലെവലിലുള്ള കുട്ടികളായതുകൊണ്ടാണ് PG ക്ലാസ് ഇത്തിരി അത്രയും എന്താ പറയാ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാത്തത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഡിഗ്രിയും PG ഒക്കെ ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ റീഡ് ചെയ്താൽ മനസ്സിലാവും. ആ ഒരു ലെവലിലാണ് PGക്ക് ക്ലാസ് പോകുന്നത്. അല്ലാത്ത പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, പാരന്റ്സുകൾ തമ്മിൽ ഫാമിലീസ് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഡിഫറൻസ് ഉണ്ടാവും. അവരുടെ ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയും അതേ രീതിയിൽ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. Language difference can cause misunderstanding. Therefore, administrators and teachers should learn the basic words and expressions to interact with the parents. Parents ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ബേസിക് ആയിട്ടുള്ള വേർഡ്സ്, എക്സ്പ്രഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. This shows them that you value and respect their language. ഇത് എന്ത് ആണ് അവിടെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജിനെ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നുണ്ട്. വെച്ചാൽ നമുക്ക് ഇപ്പോ ഇവിടെ മലയാളികളാവുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് എന്ത് ലാംഗ്വേജ് ഡിഫറൻസ് ആണെന്നുള്ളത്. PDF കാണുന്നില്ല. ആൽബി കാണുന്നുണ്ടോ? ആൽബി ക്ലാസ് കഴിയുമ്പോൾ ലീവ് ആവരുത്. എനിക്ക് PDF കിട്ടുന്നില്ല. ആൽബി മോനെ MT6 അല്ലേ? അതെ അതെ. ഒരു മിനിറ്റ്, ഞാൻ ഒന്നും കൂടി പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും പ്രസന്റ് ചെയ്യാം. എനിക്ക് ഇടയ്ക്ക് മിസ്സായി പോണു PDF. ഞാൻ എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് പറയാൻ മാറിയൊക്കെ നോക്കി. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ നോക്കി, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എന്റെ പ്രശ്നമായിരിക്കും. എനിക്ക് മാത്രമല്ലേ ഉള്ളൂ, കിട്ടുന്നില്ല, കാണുന്നില്ല.
ഓക്കെ, കുഴപ്പമില്ല, മോൻ കേട്ടിരുന്നാ മതിയടാ. ആൽബി വൈബേ വൈബേ ഓക്കെ റിലേറ്റഡ് ഒരു കാര്യം സംസാരിക്കാനുണ്ട് കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നല്ല ഓക്കെ ലാംഗ്വേജിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഫാമിലീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവർക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ലാംഗ്വേജ് ഒന്നും കുഴപ്പമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, വയനാട് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവരുടെ ലാംഗ്വേജ് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരുന്നെങ്കിൽ അപ്പൊ അവിടുത്തെ പാരന്റ്സിന്റെ ലാംഗ്വേജ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ നമുക്കത് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്കൊരു ട്രാൻസ്ലേറ്ററിനെ യൂസ് ചെയ്തിട്ട് അവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കി ഫാമിലീസിനെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ ഈ ട്രാൻസ്ലേറ്റർ മുഖേന നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പാരന്റ്സിന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് ലാംഗ്വേജ് ഡിഫറൻസ് എന്ന് മനസ്സിലായോ? Bring in a translator for parents teachers conference and other meetings with family. ഇപ്പൊ ഫാമിലീസിന്റെ മീറ്റിംഗ്സിലും അതേപോലെ തന്നെ കോൺഫറൻസ് ഒക്കെ ഹെൽഡ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. നമ്മൾ പറയുന്ന ലാംഗ്വേജ് പാരന്റ്സിന് മനസ്സിലാകുന്ന ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. ബി അവെയർ ഓഫ് യുവർ വോയിസ് പിച്ച് ക്വാളിറ്റി വെൻ യു സ്പീക്ക് വിത്ത് പാരന്റ്സ് ആൻഡ് ഫാമിലീസ്. നമ്മള് പാരന്റ്സിനോടും അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനോട്, കുട്ടികളുടെ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വോയിസിന്റെ പിച്ച് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഒത്തിരി സൗണ്ടില് നമ്മളുടെ ഭാഗം സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത്. എന്ന് വെച്ചാല് നമ്മൾ ഒത്തിരി വോയിസ് പിച്ച് അല്ലെങ്കിൽ ഉറക്കി സംസാരിച്ച് നമ്മളുടെ ഭാഗമാണെന്ന് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്കറിയാമല്ലോ, പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ നല്ല സൗമ്യമായിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗം എന്ന് പറഞ്ഞാല് ഫാമിലി ആണ് കസ്റ്റമേഴ്സ്, കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് ഉപഭോക്താക്കൾ, നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അപ്പോ യു ഡോണ്ട് വാണ്ട് ടു യുവർ മെസ്സേജ് ടു ബി ഡെലിവേർഡ് ഇൻ ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് മാനർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒഫൻസീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ന്യായമാകാത്ത രീതി അല്ലെങ്കിൽ ഡിഫെൻസീവ് ആയിട്ട് അവർ തടസ്സപ്പെടുത്തുന്ന രീതിയിലൊന്നും നമ്മളുടെ മെസ്സേജ് അവരോട് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല. നമ്മൾ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇന്നൊരു പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഇന്ന പോലെയാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് ഒത്തിരി സൗണ്ടിലോ അല്ലെങ്കിൽ വോയിസിലോ നമ്മൾ അവരോട് തർക്കിക്കാനൊന്നും പാടില്ല. പാരന്റ്സിനോട് തർക്കിക്കാൻ പാടില്ല. ബി അവെയർ ഓഫ് യുവർ ബോഡി ലാംഗ്വേജ്. നമ്മൾ പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം. ഇറ്റ് ക്യാൻ അണ്ടർമൈൻ ദ പോസിറ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയുന്ന കാര്യത്തിനോട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മള് പാരന്റ്സിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വേണം നമ്മൾ അവരോട് കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ഏതാണ് കീ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫാമിലീസ് ആൻഡ് സ്കൂൾ. ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഞാനേ ഓരോ പോർഷൻസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്രേക്ക് എടുക്കുന്നതാണ്. എന്റെ വോയിസ് ഒട്ടും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് അടുത്ത പാരഗ്രാഫ് വായിക്കുന്നത് കേട്ടാ. ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ ആ പോർഷൻ. റീഡ് ചെയ്തു എല്ലാവരും.
ഓക്കെ. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോൾ ഓഫ് സ്കൂൾസ് ഇൻ കൊളാബറേഷൻ. നമ്മള് എന്താണ് കൊളാബറേഷനിൽ സ്കൂളുകളുടെ റോൾ എന്താണെന്നുള്ളത്. ഡിസ്ട്രിക്ട് ആൻഡ് ഇൻഡിവിജ്വൽ സ്കൂൾ must take the lead in break down the communication barriers with the families and neighboring community. നമുക്കറിയാം ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്, തടസ്സങ്ങളുണ്ട്. അത് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ ഫാമിലീസ് അല്ല, ഇൻഡിവിജ്വൽ സ്കൂൾസും ഡിസ്ട്രിക്ട് ആണ്. കാരണം എന്ന് വെച്ചാൽ അവർ തമ്മിൽ നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ എന്താണ് ഫാമിലീസിനെയും കൂടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ കൊളാബറേറ്റിംഗ് എൻവയോൺമെന്റ് ഇൻ സ്കൂൾ സെറ്റിംഗ്സ് ആർ ലിസ്റ്റഡ് ബിലോ. താഴെ പറയുന്നതാണ് ഒരു കൊളാബറേറ്റിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റ് സ്കൂളുകളിൽ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് പറയുന്നത്. ക്രിയേറ്റ് എ വെൽക്കമിങ് എൻവയോൺമെന്റ് ബൈ പോസ്റ്റിംഗ് ഫ്രണ്ട്ലി സൈൻസ്. നമ്മൾ പാരന്റ്സിനെ വെൽക്കം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഫ്രണ്ട്ലി സൈൻ ബോർഡ് ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇൻ പ്രീഡോമിനന്റ് ലാംഗ്വേജ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ സ്റ്റുഡൻസ് ആൻഡ് ഫാമിലി പോപ്പുലേഷൻ. അവർക്ക് മനസ്സിലാകുന്ന സൗഹൃദപരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ലാംഗ്വേജിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അവർ സ്വാഗതം ചെയ്യാനായിട്ട്. ഫാമിലീസിനെ എപ്പോഴും സ്കൂളുകളിൽ സ്വാഗതം ചെയ്യാണ് വേണ്ടത്, അല്ലാതെ ഫാമിലീസിന് ഒരു കാരണവശാലും സ്കൂളിന്റെ പുറത്ത് എന്താണ് നിർത്തല്ല വേണ്ടത്. മെയിൻറ്റെയിനിങ് എ ക്ലീൻ ആൻഡ് വെൽ കെയർഡ് ഫോർ സ്കൂൾ ബിൽഡിംഗ്. നമ്മുടെ സ്കൂൾ ബിൽഡിംഗ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ആ ബിൽഡിംഗിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻസ് ഒക്കെ ചെയ്യണം. ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്, നമ്മുടെ സ്കൂളിന് പുറത്തും അകത്തും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രൊമോട്ടിങ് എ സ്പിരിറ്റ് ഓഫ് പ്രൈഡ്. എന്നാൽ മാത്രമേ നമ്മുടെ സ്കൂളിന്റെ ആ ഒരു പ്രൈഡ്, അഭിമാനം നമുക്ക് നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. എക്സ്പെക്ട് ദ സ്റ്റാഫ് ടു കൺവീനിയന്റ് ആൻഡ് ഫ്രണ്ട്ലി. എല്ലാ സ്റ്റാഫുകളും എപ്പോഴും സ്മൈൽ ചെയ്യുന്ന, പാരന്റ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഹലോന്ന് വെൽക്കം ചെയ്യുന്ന സ്റ്റാഫുകളായിരിക്കണം. അല്ലാതെ ചില സ്റ്റാഫുകളുണ്ട്, ചില സ്കൂളുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്റ്റാഫുകളെ കണ്ടാൽ തന്നെ നമുക്ക് അവിടെ പോകാനേ തോന്നില്ല. അപ്പൊ നമ്മളെ വെൽക്കം ചെയ്യുന്ന, സ്മൈൽ ചെയ്യുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് തരുന്ന ടീച്ചേഴ്സ് ആയിരിക്കണം. പ്രൊവൈഡ് എ കംഫർട്ടബിൾ ഏരിയ. പാരന്റ് സെന്റേഴ്സ് വേണം. പാരന്റ്സിന് കുട്ടികളെ വെയിറ്റ് ചെയ്യാനായിട്ടൊരു പ്ലേസ് പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ് ക്യാൻ സെർവ് ആസ് എ വെയിറ്റിംഗ് ഏരിയ ഫോർ ദ ഫാമിലീസ് ആൻഡ് പാരന്റ്സ്. പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ, കുട്ടികൾ വരുമ്പോൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതാണ്. എ ലൊക്കേഷൻ ഫോർ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ മീറ്റിംഗ്സ്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ മീറ്റിംഗ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് കൊടുക്കുന്നത് നല്ലതാണ്. ആൻഡ് എ റിസോഴ്സ് റൂം. ഒരു റിസോഴ്സ് റൂം നല്ലതാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാരന്റ്സിനെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ സ്കൂളുകൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ഒരു റിസോഴ്സ് റൂം ഉള്ളത് നല്ലതായിരിക്കും. റിസോഴ്സ് മീൻസ് നമുക്ക് വായിക്കാൻ പറ്റുന്ന ബുക്സ്, ആർട്ടിക്കിൾസ്, മെറ്റീരിയൽസ് ഒക്കെ ഉള്ളൊരു റൂമാണ് ഉദ്ദേശിക്കുന്നത്. റിസോഴ്സ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് an array of books, articles, materials and videos on various topics such as എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മേ ബി ബുക്കുകളാവാം, ആർട്ടിക്കിൾസ് ആവാം, മെറ്റീരിയൽസ് ആവാം, അതേപോലെ മേ ബി വീഡിയോ ടൈപ്സുകളൊക്കെ ആവാം. ടോപ്പിക് റിലേറ്റിംഗ് ടു ചൈൽഡ് ഡെവലപ്മെന്റ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആൻഡ് മാനേജിങ് ചലഞ്ചസ് ഓഫ് ബിഹേവിയർ. കുട്ടികളുടെ ബിഹേവിയർ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ആവാം. അപ്പോൾ അങ്ങനൊരു റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇഫ് പോസിബിൾ ഹാവ് ദ കോഫി ആൻഡ് ടീ ഓർ വാട്ടർ ആൻഡ് അതർ റിഫ്രഷ്മെന്റ് എഗ്രലി അവൈലബിൾ. നമ്മൾ പറ്റുകയാണെങ്കിൽ ഒരു മിനിമം ഒരു വാട്ടർ, എന്താ പറയുക, വാട്ടറിനുള്ളൊരു പ്ലേസ്, നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ട ഒരു ഏരിയ എങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതാണ്. കോഫി, ടീ ആൻഡ് റിഫ്രഷ്മെന്റ് അവൈലബിൾ ആണെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റൂമിൽ ഒരു വാട്ടർ സപ്ലൈ ഉള്ളത് നല്ലതായിരിക്കും. ഫ്രഷ് വാട്ടർ സപ്ലൈ ഉള്ളത് നല്ലതായിരിക്കും. റീച്ച് ഔട്ട് ടു ദ ഫാമിലീസ് prior to the beginning of the school year to build home school relationship. നമ്മൾ സ്കൂൾ ബിഗിനിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ഫാമിലീസിൽ എത്തുന്നതും ഫാമിലി മെമ്പേഴ്സിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതും നല്ലതായിരിക്കും. ദിസ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. ഇതൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ട്രസ്റ്റ് ഫോർ ദെയർ ചൈൽഡ് ആൻഡ് ഫാമിലി. ഇത് കുട്ടികളുടെ ട്രസ്റ്റ്, അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ ട്രസ്റ്റ് ഏൺ ചെയ്യാനായിട്ട് നല്ലതാണ്. ഹോസ്റ്റ് ബാക്ക് ടു സ്കൂൾ നൈറ്റ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് ഓർ സിമിലർ ഇവന്റ് ടു help the parents and family learn to become familiar with the school program, that is curriculum related programs. ഒരു ബാക്ക് ടു സ്കൂൾ ഉദ്ദേശിക്കുന്നത് ബാക്ക് ടു സ്കൂൾ നൈറ്റ്സ്
ഞാനൊരു എക്സാമ്പിൾ പറയാം. എല്ലാ പാരന്റ്സിനും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം എപ്പോഴായിരിക്കും? കുട്ടികളുടെ പ്രോഗ്രാംസുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം നൈറ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു ആണ്. കാരണം എന്റെ മോളുടെ ആനിവേഴ്സറിക്ക് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ നൈറ്റ് ആണെങ്കിൽ എനിക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത ടൈമിൽ ഞാൻ ബിസി ആയിരിക്കുള്ളൂ. അപ്പൊ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, ഉള്ള പ്രോഗ്രാംസ് കാണാൻ പറ്റില്ല. വളരെ വിഷമമായിരിക്കുള്ളൂ ആ സമയത്ത് നമുക്ക്. പക്ഷേ നൈറ്റ് ആണ് ഒരു പ്രോഗ്രാം ഹെൽഡ് ചെയ്യുന്നത്. മോളുടെ സ്കൂളിൽ പ്രോഗ്രാം ഹെൽഡ് ചെയ്യുന്നത് ഒരു ഈവനിങ് 5-6 o'clock ഒക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ ടൈം ആകുമ്പോഴേക്കും ചെന്നാൽ മതി. കാരണം അപ്പൊ എനിക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ കാണാനൊക്കെ പറ്റുന്ന ഒരു അവസരമാണ്. കാരണം വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഇന്ന് എല്ലാ പാരന്റ്സും എന്താണ് വർക്കിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഫാമിലീസിനും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ നമ്മൾ എന്താണ് സ്കൂൾ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും അല്ലെ? ഇനി നിങ്ങൾ പഠിച്ച് ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളും പറയും കുട്ടികളുടെ പ്രോഗ്രാം നൈറ്റ് ആണെങ്കിൽ നമുക്ക് പോയി കാണാമായിരുന്നു, ആനിവേഴ്സറി പ്രോഗ്രാം ആയിരുന്നു. ചിലപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ആകുമ്പോൾ ലീവിന്റെ ഒക്കെ കാര്യം നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നൈറ്റ് ആണ് പ്രോഗ്രാം ഹെൽഡ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മള് പണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. പണ്ട് നമ്മള് SSLC ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് നൈറ്റ് ക്ലാസ് വെക്കും. നമുക്കത് ഓർമ്മയുണ്ട്, നൈറ്റ് ക്ലാസ് വെക്കാറുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് നൈറ്റ് ക്ലാസ് വെച്ചിട്ടുണ്ട്. പാരന്റ്സ് നൈറ്റ് ക്ലാസ് ഫൈനൽ എക്സാമിന്റെ ടൈമില് ഫൈനൽ എക്സാമിന്റെ സമയത്ത് SSLCയുടെ ടൈമില് നൈറ്റ് ക്ലാസ് വെക്കും. അപ്പൊ നമ്മുടെ ഫുൾ പാരന്റ്സും എന്താണ് അവിടെ ഉണ്ടാവും. നമ്മള് കുട്ടികള് ഒരു നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇരുത്തി പഠിപ്പിക്കാണ്. അതിനു വേണ്ടി പാരന്റ്സും ടീച്ചേഴ്സും എല്ലാവരും ഈക്വലി സപ്പോർട്ടാണ്. അന്നൊക്കെ നമ്മൾ എന്താണ്ട് ഒരു ജയിലിലിട്ട പോലെ ഇരുന്ന് പഠിപ്പിച്ചിരുന്നത് അല്ലെ? ഫുള്ളായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു ആ ടൈമില്. പക്ഷെ ഇവർ രണ്ടുപേരുടെയും നല്ല സപ്പോർട്ടോടു കൂടെ ആയിരിക്കും നമ്മളെല്ലാവരും SSLC നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് നൈറ്റ് ക്ലാസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഞാൻ ഒന്നും അധികം നൈറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തായിട്ട് എന്റെ ഓർമ്മയിലില്ല. പക്ഷെ വീക്കർ ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, വീക്കർ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ നൈറ്റ് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്തായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ തന്നെ വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ട്യൂഷൻസ് വെക്കും പറഞ്ഞില്ലേ മാം, ഈവനിങ് ഒക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കുറച്ച് വീക്ക് എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കുക കുട്ടികൾക്ക്, ഇത്തിരി വീക്കായ കുട്ടികൾക്ക്. റെമഡിയൽ ക്ലാസ്സസ്, ഇന്നത്തെ പേര് റെമഡിയൽ ക്ലാസ്സസ്, റെമഡിയൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് സ്കൂളുണ്ട്, അത് നല്ല രീതിയിൽ റെമഡിയൽ ക്ലാസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു എന്താ പറയാ, അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ അവർ വഹിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവര് കൂടെ ഇരിക്കുകയാണ്, കുട്ടികളുടെ ഒപ്പം ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റെമഡിയൽ ക്ലാസ് നല്ലതാണ് അല്ലെ? നമ്മൾ കുട്ടികളെ ഏത് സെഷനിലാണ് വീക്ക് എന്ന് കണ്ടെത്തിയും അവർക്ക് വേണ്ട എക്സ്ട്രാ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാണ് റെമഡിയൽ ക്ലാസിന്റെ ലക്ഷ്യം. ഓക്കെ, അതൊന്ന് വായിക്കോ ആ ഒരു പോയിന്റ്. റോൾ ഓഫ് സ്കൂൾസ് ഇൻ കൊളാബറേഷൻ.
എല്ലാവരും റീഡ് ചെയ്തോ? Okay. ഇനി നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഹോം വിസിറ്റുകൾ. നമ്മള് ടീച്ചേഴ്സ് അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആരെങ്കിലും സ്റ്റാഫുകളും കൂടി ഓരോ വീടുകളിലും കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഫാമിലീസിന്റെ റെസ്പോൺസിബിലിറ്റി എഡ്യൂക്കേഷനിൽ അവരെന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഫാമിലിയിലേക്ക് ഓരോ ഹോം വിസിറ്റ് നടത്തുന്നത് നല്ലതായിരിക്കും. അവർക്ക് വീടുകളിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ, എന്നാലും അവർ വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ നേരിട്ട് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഹോം വിസിറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു ഹോം വിസിറ്റ് എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കുട്ടി റിലേറ്റീവ് ആണ് കേട്ടോ, എന്റെ റിലേറ്റീവ് തന്നെയാണ്. ആ കുട്ടിയുടെ വീട്ടിലേക്ക് പ്രിൻസിപ്പാളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പാളും ടീച്ചറും ഒരു സാറും കൂടെ വന്നത്. അപ്പൊ അവര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ലിജിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഇവിടെ മക്കളെ പഠിക്കുന്ന സ്കൂളിലെ നേരത്തെ തൊട്ടേ ഉണ്ട്. അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് അവരുടെ പിള്ളേരുടെ വീടുകളിൽ വിസിറ്റ് ചെയ്യും. അപ്പൊ എന്റെ മൂത്ത മോളുടേത് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇളയാളുടേത് കഴിഞ്ഞ വർഷത്തെ സെയിം മിസ് തന്നെയാ, അതുകൊണ്ട് ആ മിസ് വന്നില്ല. അല്ല മൂത്തയാളുടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാ വർഷം പോകുന്നതാണ് അങ്ങനെ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലിരിക്കായിരുന്നു. അപ്പം ഹോം വിസിറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മൾക്ക് അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പൊ ഈ കുട്ടികളുടെ വീട്ടിലേക്ക് വന്നിട്ട് വഴി ചോദിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന വീടാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 4 ദിവസമൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ നിന്നാണ്. ഞാൻ പ്രിൻസിപ്പാളാണ്, അവന്റെ ക്ലാസ് ടീച്ചറാണ്, അവർക്ക് അക്കൗണ്ടൻസി എന്ന് പഠിപ്പിക്കുന്ന സാറാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അത് ഞാൻ കണ്ടപ്പോ ചോദിച്ചു എന്താണ് ടീച്ചേഴ്സ് ഒക്കെ വന്നതെന്ന് ചോദിച്ചു. നമ്മൾ ചോദിക്കുമല്ലോ ടീച്ചേഴ്സ് ഒക്കെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ പേടിച്ചിട്ടുണ്ടാവും അല്ലെ. പക്ഷെ അപ്പൊ പറഞ്ഞു ഇല്ല ചേച്ചി, അവര് എല്ലാ വീടുകളിലും പോകുന്നുണ്ട്. കുട്ടികളുടെ വിസിറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീട്ടില് പഠിക്കാനുള്ള സാഹചര്യങ്ങളും അതേപോലെ അവർ പഠിക്കുന്നുണ്ടോ, അവർ പ്രോപ്പർ ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഹോംവർക്കുകൾ ചെയ്യുന്നുണ്ടോ, വീട്ടിലിരുന്ന് എത്ര നേരമാണ് പഠിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹോം വിസിറ്റിന് വന്നതെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഹോം വിസിറ്റിന്റെ ലക്ഷ്യങ്ങൾ. കുട്ടികളുടെ ഹോം വിസിറ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലീസ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ്. എല്ലാ പാരന്റ്സിനും പാരന്റ്സ് മീറ്റിംഗിൽ വരാൻ പറ്റണമെന്നില്ല. മേ ബി പാരന്റ്സ് മീറ്റിംഗ് തന്നെ സ്കിപ്പായി പോകാറുണ്ട്. അപ്പൊ നേരിട്ട് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് റെപ്രസെന്റേറ്റീവ്സിന് നേരിട്ട് പാരന്റ്സിന്റെ അടുത്തേക്ക് എത്താനായിട്ട് ഒരു മാർഗമാണ് ഹോം വിസിറ്റ്. ഹോം വിസിറ്റ് നമ്മൾ അപ്രോപ്രിയേറ്റ് ടൈമിലായിരിക്കണം ഫാമിലീസിന് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഡേ ടൈമിലായിരിക്കണം. അതേപോലെ തന്നെ ഹോം വിസിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ എക്സ്പെഷ്യലി ഒറ്റയ്ക്ക് കണ്ടക്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മള് ആണല്ലോ. ഓക്കെ. കൂടെ ആരെങ്കിലും കൂടി നമ്മുടെ ടീച്ചേഴ്സിന്റെ കൂടെ സോഷ്യൽ വർക്കേഴ്സ്, സോഷ്യൽ സർവീസ് പേഴ്സണൽസോ കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ ഫാമിലീസ് കുട്ടികളിലെ എന്താണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ ഇന്റൻഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഹോം വിസിറ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ലെങ്തി ആവാനായിട്ട് പാടില്ല. ഒത്തിരി സമയം നമ്മൾ ഹോം വിസിറ്റ് എന്ന് പറഞ്ഞ് അവിടെ വീടുകൾ സ്പെൻഡ് ചെയ്യരുത്. നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ഹോം വിസിറ്റുകൾ ജസ്റ്റ് കുറച്ച് ടൈം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ എന്തെങ്കിലും ഹോം വിസിറ്റ് ഉണ്ടെങ്കിൽ അവരോടൊന്ന് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഞങ്ങളിങ്ങനെ ഹോം വിസിറ്റ് വരുന്നുണ്ട് എന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വരുന്നേക്കാളും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വരാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഹോം വിസിറ്റ്. ഹോം വിസിറ്റ് ആർ വാല്യുബിൾ ഇൻ ബിൽഡിംഗ് റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി. ഫാമിലി ആയിട്ടൊരു റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഹോം വിസിറ്റ് നല്ലതാണ്. ഹോം വിസിറ്റ് പ്രൊവൈഡ് ടീച്ചേഴ്സ് ആൻഡ് അതർ പ്രോഗ്രാം സ്റ്റാഫ് സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ആയിട്ട് ഹോം വിസിറ്റുകൾ കണ്ടക്ട് ചെയ്യും. വിത്ത് ഇൻസൈറ്റ് ഇൻ ടു ദ ഫാമിലി ഡൈനാമിക് ഡൈനാമിക് കൾച്ചർ, നീഡ്സ് ആൻഡ് കൺസേൺ ഓഫ് ദ ഫാമിലി. നമ്മുടെ ഫാമിലീസിന്റെ സംസ്കാരം, അവരുടെ ആവശ്യങ്ങള്, കുടുംബങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഹോം വിസിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് സ്കൂളില് സഹപാഠിക്ക് ഒരു വീട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു ക്യാമ്പയിൻ പോലെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അന്ന് ടീച്ചേഴ്സും ക്ലാസ് ടീച്ചറും പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ കൂടി കുട്ടിയുടെ വീടുകളിൽ പോയിട്ട് വിസിറ്റ് ചെയ്ത് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയപ്പോഴാണ് അവർ പാരന്റ്സ് മീറ്റിംഗിൽ ഇത് അവതരിപ്പിച്ചത്.
ഇന്നൊരു പ്രശ്നം നമ്മുടെ ഇന്ന ക്ലാസ്സിൽ ഒരു കുട്ടി ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അതിന് പരിഹാരമായിട്ടാണ് ആ ഒരു സഹപാഠിക്ക് ഒരു വീട് എന്നുള്ള കൺസെപ്റ്റ് നടപ്പിലാക്കിയത്. ഒരു കുട്ടിക്ക് ചെറിയൊരു വീടാണ്, എന്നാലും അത് വളരെയധികം എന്താ പറയാ, നല്ലൊരു ആക്ടിവിറ്റിയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മൾ പറയാ കീ കൊടുക്കുന്നത്. അത് MLA VD സതീശനായിരുന്നു കൊടുത്തത്, നമ്മുടെ പ്രതിപക്ഷ നേതാവ്. എനിക്ക് തോന്നുന്നു VD സതീശന്റെ ഭാഗത്ത് MLA ഭാഗത്തു നിന്നും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. സ്കൂളും അതേപോലെ തന്നെ അദ്ദേഹം കൂടിയാണ് ആ വീട് കുട്ടിക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ അങ്ങനെ എന്താണ് ഫാമിലീസിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് മനസ്സിലാക്കാനായിട്ട് ഹോം വിസിറ്റുകൾ നല്ലതാണ്. പ്രിപ്പയറിംഗ് ഫോർ ഹോം വിസിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് നല്ലതാണ്. വിസിറ്റ് ഷുഡ് ബി ഷെഡ്യൂൾ അറ്റ് ദ ടൈം ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ദ ഫാമിലി. ഫാമിലീസിനും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിൽ വേണം നമ്മുടെ വിസിറ്റുകൾ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഹോം വിസിറ്റ് ഷുഡ് നെവർ ബി കണ്ടക്റ്റഡ് അലോങ്, എസ്പെഷ്യലി നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഹോം വിസിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇഫ് എ വർക്കർ ഫീൽ ദർ സേഫ്റ്റി മസ്റ്റ് ബി കോംപ്രമൈസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ വർക്കേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒരു സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഒരു ഒറ്റയ്ക്ക് വിസിറ്റ് ചെയ്യാൻ പാടില്ല. ഐഡിയലി ടീച്ചേഴ്സ് ആൻഡ് സോഷ്യൽ സർവീസ് പേഴ്സണൽസ് ഷുഡ് കണ്ടക്ട് വിസിറ്റ് ടുഗദർ ടു എഫക്റ്റീവ്ലി അസസ് ഫാമിലി നീഡ്സ്. അപ്പോൾ ടീച്ചേഴ്സിനും അതേപോലെ സോഷ്യൽ സർവീസ് പേഴ്സണൽസിനും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലി വിസിറ്റുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. എ courtesy calls should be made prior to the visit. നമുക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും, ഒരു കോൾ ചെയ്തിട്ട് ഞാൻ ഇന്ന ടൈമിൽ ഫാമിലി വിസിറ്റ് നടത്താൻ വരുന്നുണ്ട് എന്നൊന്ന് അവർ ഇൻഫോം ചെയ്യുന്നതാണ്. ടു ബ്രീഫ്ലി ഡിസ്കസ് ദ പർപ്പസ് ഓഫ് ദ വിസിറ്റ്. നമ്മള് ഫാമിലി വിസിറ്റ് പർപ്പസ് എന്താണെന്നുള്ളത് പാരന്റ്സിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ ഫാമിലി ചൈൽഡ് ഹിസ്റ്ററി ഷുഡ് ബി ഇൻസ്പെക്ടഡ് പ്രയർ ടു ദ വിസിറ്റ്. നമ്മൾ കുട്ടീനെ കുറിച്ചിട്ട് കുട്ടിയുടെ ഹിസ്റ്ററിയും അതേപോലെ ഫാമിലിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നത് നല്ലതാണ് വിസിറ്റിന് മുൻപ് തന്നെ. കോൺഫിഡൻഷ്യലി ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. നമ്മൾ രഹസ്യ സ്വഭാവത്തിൽ വേണം ഫാമിലി വിസിറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട്. വിസിറ്റ് ഷുഡ് നോട്ട് ബി ടു ലെങ്തി. ഇത്തിരി ലെങ്തി ആയിട്ട് പാടില്ല വിസിറ്റ് പോകാനായിട്ട്. ഷെഡ്യൂൾ അഡീഷണൽ വിസിറ്റ് ഇഫ് നീഡ്. ഇപ്പൊ നമ്മൾ വീട്ടിൽ ചെന്നപ്പോ ഫാമിലി ചെന്നപ്പോ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മളവിടെ കാണുന്നത്. നമ്മൾ പാരന്റ്സിനോട് പറയാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം കുട്ടിക്ക് വേണ്ടി അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അടുത്ത ഷെഡ്യൂൾ അടുത്ത ടൈമില് വിസിറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആ വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്ന് നമ്മൾക്ക് അവരോട് പറയാനായിട്ട് പറ്റും. അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഹോം വിസിറ്റ്? പ്രിപ്പയറിംഗ് ഫോർ ഹോം വിസിറ്റും കൂടി ഒന്ന് റീഡ് ചെയ്യട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി ഇന്നത്തെ ക്ലാസ്? ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഇത്ര സ്പീഡൊക്കെ കുറച്ച് പതുക്കെ പോയത്. ഓക്കെ, അപ്പം ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഫ്രൈഡേയിലേക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. നമുക്ക് ആകെ 2 യൂണിറ്റ്, ഈ ഒരു യൂണിറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു യൂണിറ്റ് കൂടി മാത്രമേ ഉള്ളൂ. മേ ബി നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ സ്റ്റഡി ലീവ് ആയിരിക്കും, MT 6 and 7 കുട്ടികൾക്ക്. അത് എക്സാമിന്റെ ഡേറ്റ് ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ? പബ്ലിഷ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം എക്സ്പെക്ട് ചെയ്തോ, പഠിച്ചു തുടങ്ങിക്കോ കേട്ടോ.
MT18 ഉണ്ടോ? ഒരു മോക്ക് ടെസ്റ്റ് അല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ? മെസ്സേജ് വന്നിട്ട് നമുക്ക് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. മെസ്സേജോ? ആ ഓക്കേടാ. മാം MT18 ഉണ്ടോ? MT18 ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂടാ. നമ്മുടെ ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞിട്ട് PG എക്സാം വരും. MT18 മോഡൽ എക്സാം ഒന്നും ഉണ്ടാവില്ല PGന്റെ? നിങ്ങൾക്ക് MT6 മോഡൽ എക്സാം ഉണ്ടോ? ഇല്ല, മോഡൽ എക്സാം ഇല്ല എന്നാ പറഞ്ഞത്. ഒരു 12th എക്സാം തുടങ്ങണേന്ന് പറഞ്ഞിട്ട് ഒരു ടൈം ടേബിൾ വന്നിരുന്നു. പിന്നെ അത് പ്രജിത മാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മേ അത് സ്റ്റഡി ലീവ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു PG ആണ്, കുട്ടികൾക്ക് കൂടുതൽ ടൈം സ്റ്റഡി ലീവിന് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന്. ഓക്കെ, താങ്ക് യു മാം. അപ്പോൾ സ്റ്റഡി ലീവ് ആ സമയത്ത് നല്ല രീതിയിൽ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാം. MT6 and 7 പറയുന്നത്. വൈവ എല്ലാവരുടെയും കഴിഞ്ഞോ? ഓക്കെ, വൈവയൊക്കെ പ്രോപ്പർ ആയിട്ട്. മിസ്, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഒരു ദിവസം ലാസ്റ്റ് ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് പോർഷൻസ് ഒന്നും കൂടി ക്ലാസ് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ലീവിന്റെ ടൈമിൽ ഒരു എക്സ്ട്രാ ഒരു റൗണ്ട് അപ്പ് സെഷൻ പോലെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അതാവുമ്പോൾ MT6 കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. ഇമ്പോർട്ടൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സെഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ജിഷ് ടീച്ചർ അങ്ങനെ കണ്ടക്ട് ചെയ്യാറുണ്ട്, പറ്റാണെങ്കിൽ ഞാനും ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോ ഞാൻ എന്റെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്നോട്.